Hello friends, I'm Shruti from Lollipops. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കലംകാരി ഫാബ്രിക്കിൽ നല്ല ഭംഗിക്ക് മിറർ വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസാണ്. നല്ല ഭംഗിയുള്ള കുർത്തീസാണ്. കലംകാരി നിങ്ങൾക്ക് അറിയാം, നമ്മൾ പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹാൻഡ് വർക്ക് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യം മിറർ മാത്രമാണ്. മിററും അതിന് ചുറ്റും സെയിം അതിന് ചേരുന്ന, അതായത് നമ്മുടെ ഫാബ്രിക്കിന് ചേരുന്ന, അതായത് ഓരോ കളർ കലംകാരിക്ക് ചേരുന്ന കൈൻഡ് ഓഫ് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഏകദേശം ഒരു സുഖമായിട്ട് 400 to 500 മിറേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. ഒറിജിനൽ മിറേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു 5 ലൈൻ ആണ് ഫ്രണ്ടിൽ പോയേക്കുന്നത്. ഇവിടെ ഒരു 3 ലൈൻ ഉണ്ട്. ഇവിടെ ഒരു 5 ലൈൻ ഈ ഒരു സ്ലീവ്സിൻ്റെ ബാക്ക് സൈഡ് നോർമൽ A ലൈൻ ആണ് വന്നേക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ പാറ്റേൺ. നമുക്ക് ഇതിന് ആക്ച്വലി ഏറ്റവും മാച്ചിങ് ആവുന്നത് ഈ ഒരു മെറൂൺ കളർ തന്നെ ചുരി ബോട്ടം അല്ലെങ്കിൽ സിഗ്രഫിറ്റ് ഒക്കെ ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. നല്ല ഭംഗിക്കുള്ളൊരു എത്തനിക് കുർത്തിയായിട്ട് നിങ്ങൾക്ക് ഇതിനെ യൂസ് ചെയ്യാം. പ്രൈസ് വരുന്നത് 1249. റെഡി ടു ഡിസ്പാച്ച് ആണ്. അതിൻ്റെ കളേഴ്സ് ഉണ്ട്. നമുക്ക് വേഗം നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് ഈ ഒരു പേസ്റ്റ്, ഒരു നല്ല ഭംഗിയുള്ള കലംകാരി പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നടുവിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മിററും പേർപ്പിൾ ഷെയ്ഡിലുള്ള ഒരു ഈ ഒരു ബ്രൗൺ എന്ന് പറഞ്ഞാൽ പേർപ്പിളായിട്ട് മിക്സ് ആയി പോകുന്ന പോലത്തെയാണ്. അപ്പോൾ പേർപ്പിൾ ഷെയ്ഡിലുള്ള ത്രെഡ് വർക്കുമാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ തന്നെ സ്ലീവ്സിലും നെക്ക് ലൈനിലും ഉണ്ട്. വെരി ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിക്ക് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ സെയിം കളർ ബോട്ടം, അതായത് ഈ ബ്രൗൺ കളർ ബോട്ടം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേർപ്പിൾ ഷെയ്ഡൊക്കെ ആണെങ്കിലും ബോട്ടം വെച്ചിട്ട് ചുരി ബോട്ടം ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ബിക്കോസ് സ്ലീവ്സ് ഫുള്ള് വന്നിരിക്കുന്നുണ്ട്. ചുരി ആണെങ്കിൽ ഇച്ചിരിയുടെ ഭംഗി ഉണ്ടാവും കേട്ടോ. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1249 ആണ്. ഞാൻ എപ്പോഴും പ്രോഡക്ട്സ് കൊണ്ടുവരുമ്പോൾ ഫാബ്രിക്കിനെ കുറിച്ച് പറ്റുന്ന രീതിയിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാറുണ്ട്. ഇപ്പോൾ ഈ കലംകാരീനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഡിജിറ്റൽ പ്രിൻറ്റ് പോലെ പക്ക വരുന്ന ഒരു പ്രിൻ്റ് അല്ല. എല്ലായ്പ്പോഴും പറയും, കാരണം എല്ലാ വീഡിയോസും എല്ലാവരും കാണില്ലല്ലോ. അപ്പം അറിയാൻ വേണ്ടിയിട്ടാണ്. അതൊരു എക്സ്ട്രാ ഒരു പോയിൻ്റ് കൂടി പറയുന്നതാണ്. അത് അത്രയും നമ്മുടെ ഡിജിറ്റൽ പ്രിൻറ്റ് പോലെ ക്രിസ്റ്റൽ ക്ലിയർ പ്രിൻറ്റ്സ് ഒന്നും ആയിരിക്കില്ല. അവിടെ ഇവിടെയും സ്പ്രെഡ് കാണും, ഇടയ്ക്കിടയ്ക്ക് ക്ലിയർ ആവാതെ വരും. അങ്ങനത്തെ ഇംപെർഫെക്ഷൻസ് ഉള്ള ഒരു ഫാബ്രിക്കാണ് ഈ ഒരു കൈൻഡ് ഓഫ് ഇതുണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഈ കലംകാരി എന്ന് പറഞ്ഞാൽ. കലംകാരി എന്ന് മാത്രമല്ല, അജ്രക്ക്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും അങ്ങനെയാണ്. ഡിജിറ്റൽ പ്രിൻറ്റിന് അത്ര ക്ലാരിറ്റി വരില്ല. അപ്പോൾ അങ്ങനെയുള്ളത് ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് മേടിക്കേണ്ടത്. അതുപോലെ തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കളർ ബ്ലീഡ് ചെയ്യുക എന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി കൊള്ളില്ല എന്നുള്ളതല്ല. പല കൈൻഡ് ഓഫ് ഫാബ്രിക്സും ഒബ്വിയസ്ലി കളർ ബ്ലീഡ് ചെയ്യും. ഇൻഡിഗോ കളർ ബ്ലീഡ് ചെയ്യും, കൈൻഡ് ഓഫ് ബത്തീക്സ് കളർ ബ്ലീഡ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ വാഷ് കെയർ അതനുസരിച്ചിട്ട് എന്താണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. തന്നെയല്ല, നമ്മളിപ്പം എക്സ്ക്ലൂസീവ്ലി കോട്ടൺ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് കലംകാരി, എക്സ്ക്ലൂസീവ് റയോൺ അങ്ങനെ ഒരു കളക്ഷൻ അല്ല. നമ്മൾ മാറി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫാബ്രിക്സ് കൊണ്ടുവരാറുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം എന്തോരം കൈൻഡ് ഓഫ് ഇമ്പോർട്ടഡ് ഫാബ്രിക്സ്, ഈവൻ കോഡ്രോ ആയിക്കോട്ടെ, ഹക്കോബെ ആയിക്കോട്ടെ, ഇങ്ങനത്തെ എനി കൈൻഡ്സ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ ടീം തന്നെ അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് കൊണ്ടുവരുന്നത്. ഇത് ഓരോ ഫാബ്രിക്കും ഓരോ നേച്ചറുള്ളതായിരിക്കും. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇമ്പോർട്ടഡ് ഫാബ്രിക് മേടിച്ചിട്ട് ഇതേപോലെ ആയിരിക്കും അടുത്തതെന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആയിരിക്കില്ല. അപ്പോൾ അതിന് എന്താ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. ബിക്കോസ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈവൻ ടെക്സ്ചർ ആണെങ്കിലും ഒക്കെ ഞാൻ പറഞ്ഞു തരാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ജസ്റ്റ് ഇപ്പോൾ ഈ കോട്ടൺ എന്ന് പറഞ്ഞാലും പല വെറൈറ്റീസ് ഓഫ് കോട്ടൺ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പറ്റുന്നതാണോ നമ്മുടെ നോർമൽ നമ്മുടെ മനസ്സിലുള്ളൊരു കോട്ടൺ എന്ന് പറഞ്ഞൊരു കട്ടിയിലായിരിക്കും. പക്ഷേ ഷിൻസ് കോട്ടൺ അല്ലെങ്കിൽ ചില കൈൻഡ് ഓഫ് ജയ്പൂർ കോട്ടൺസ് അത്ര കട്ടിയില്ലാത്ത വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്നതാണ്. അതിൻ്റെ അർത്ഥം ആ ഒരു ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി കൊള്ളില്ലെന്നല്ല. ഓക്കെ, ഇപ്പം നമ്മളിങ്ങനത്തെ ഡിഫറെൻറ്റ് കൈൻഡ്സ് വെറൈറ്റീസ് ട്രൈ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു 1% മേ ബി ലെസ് ദാൻ 1% നമുക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് കസ്റ്റമേഴ്സ് തിരിച്ചു വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്ക് ഷെയ്ഡിനകത്തും ഇതുപോലെ തന്നെ ആ ഒരു സീം മിറർ വർക്കും അതിന് ചുറ്റുമായിട്ട് ബ്ലാക്ക് കളർ ത്രെഡുമാണ് വന്നിരിക്കുന്നത് കേട്ടോ. പ്രൈസ് വന്നിരിക്കുന്നത് 1249. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീൻ ഷെയ്ഡിനകത്തും സെയിം കൈൻഡ് ഓഫ് ഒരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 1249. റെഡി ടു ഡിസ്പാച്ച്, 7 വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച്. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ്. ഇതിനകത്ത് മിറർ വർക്കിന് ചുറ്റുമെല്ലാം ബ്രൗൺ കളറിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു കലംകാരി കുർത്തിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വെബ്സൈറ്റിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. 1249 ആണ് പ്രൈസ് വന്നിരിക്കുന്നത്. 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും പ്രോഡക്ട്സ് ഇവിടുന്ന് ഡിസ്പാച്ച് ആകാം. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.